എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ പറയുക, ഒരു 6:30 അവനായിക്കണു. പന്തളിക്കാൻ പോവാ കേട്ടോ. അത്യാവശ്യം നല്ല എന്താ പറയുക തിരക്കുണ്ടെന്നേ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്ന് പോവാണ്. വിജിത് സാർ ഇങ്ങനെ വരുന്നുണ്ടാവും. ഇപ്പോൾ വഴിയിൽ നിന്ന് വണ്ടി കയറിയാൽ മതിയല്ലോ. വിജിത് സാർ വണ്ടിയിലാണ് പോണത്. ഓക്കെ, അപ്പോൾ അതുവരെ ഞാൻ നടന്ന് പോട്ടെ. ഒന്ന് ചെറുതായിട്ടൊന്ന് വാമപ്പാവും ചെയ്യാം രാവിലെ തന്നെ. അങ്ങനെ വിജിത് സാർ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിജിത് സാർ വണ്ടി ഓടിക്കുന്നു, ഇപ്പുറത്ത് ഞാനിരിക്കുന്നു. രാവിലെ കളിക്കാൻ പോയിക്കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് നമുക്ക്. ബാക്കിയുള്ള എങ്ങനെയായിരുന്നു പോയിട്ടും അസ്ലമിൻ്റെ ഒപ്പം വരാം. ഓക്കെ. യെസ്, അങ്ങനെ ഞങ്ങളുടെ കളിസ്ഥലമായിട്ടുള്ള ഷൂട്ടിംഗ് ക്ലബിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് ആളുകളുടെ ലിഗ്മെന്റുകൾ കേടാക്കിയിട്ടുള്ള മൈതാനത്തോട്ടാണ് ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കുന്നത്. പാരിസ് ഭായി എത്തിയെന്ന് തോന്നുന്നു. കമ്പനി ഉണ്ടായിട്ടില്ല. നല്ല കിടിലൻ ഹട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു വൈബിൾ ഒരു സ്റ്റേഡിയം. ആരും ഇല്ലല്ലോ. ഞങ്ങളോ ഈ ഒരു മനുഷ്യനും ഞങ്ങളും മാത്രം. ഞങ്ങളുടെ സ്റ്റേഡിയം. ഓ മൈ ഗാഡ്, വണ്ടി തിരിച്ചില്ല. നടഗോളി സുഹൈൽ ഇതാ എത്തിയിട്ടുണ്ട്. നല്ല മുട്ട മേടിക്കും ആള്. നടയിൽ കൂടി അങ്ങനെ വിടും. ആരൊക്കെയാണ് ഇറങ്ങണേ നോക്കുക. ഖാലിദ്, അതെ, നൗഷീർ, സഫ്വാൻ ആൻഡ് നടഗോളി സുഹൈൽ. അതാ 4 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇപ്പോൾ ഗ്രൗണ്ടിലെത്തിയിട്ടുള്ളത്. ഇന്നലെ എത്ര കിട്ടിയത് അല്ലേ? ഇന്നലെ 4 ഇന്നലെ വെല്ലുവിളിച്ചിട്ട് എത്ര കിട്ടിയത്? എന്തൊരു ഡീസന്റ്. ഇത് അടുത്ത ആള് വരുന്നുണ്ട്. ഇതിലാരൊക്കെ വരും നോക്കുക. അൽ മൗലവി അഷ്റഫ് ഉസ്താദ് ആൻഡ് ചോട്ടു മലയാളിയാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബംഗാളി ലുക്കില്ലേ. ബാക്കില് മറ്റേ ഇന്നലത്തെ ഫ്ലോപ്പ് ആയിട്ടുള്ള ഡിഫൻഡർ ഷ്യാബ് ഉണ്ട്, പിന്നെ നവാസ് ഉണ്ട്, പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള സുഹൈലാണ് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അയ്യോ, ഇത് എൻ്റെ അയൽവാസിയും ഞങ്ങളുടെ ഡിഫൻഡറുമായിട്ടുള്ള നജീബ്. യെസ്, റഫീഖ് എത്തിയിട്ടുണ്ട്. പാരിസ് ഭായ് തണുത്ത് വർഷം വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്നു. ഇതാ പുറത്തിറങ്ങി. ബാഗസന്റെ ജേഴ്സിയൊക്കെയാണ് കണ്ടു കഴിഞ്ഞാൽ. റാഫിഞ്ഞാന്റെ കളി എൻ്റെ അയൽവാസി കേട്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. മമ്മൂട്ടിന്റെ മാതിരിയൊക്കെ ഇറങ്ങുന്നത്. പൈസ ഉണ്ടല്ലോ, പൈസ എടുത്ത് എന്നിട്ട് മാറ അതിന്റെ മുന്നിന്ന്. ഇതാ ജീപ്പാസിന്റെ മുതലാളി ഇറങ്ങുന്നുണ്ട്. ഫുൾ ടൈം റഷ്യ അവിടെ ഇവിടെയൊക്കെ ടൂറിലാക്കാരം. ആ കുഞ്ഞിപ്പാന വരുമ്പോ തന്നെ എടുത്തുകളോ. അയ്യോ, ഇതാട്ടില്ലേ ജീപ്പാസിന്റെ മുതലാളി. അത് അപ്പൊ തന്നെ ക്യാഷ് വിരിക്കണു, അല്ലെങ്കിൽ കളി കഴിഞ്ഞാൽ ആൾക്കാർ മുങ്ങും. നമ്മളെ നാട്ടിലത്തെ അതേ സ്വഭാവമാണ് എല്ലാവർക്കും. ഇന്നത്തേതാ ക്യാഷ്. യമാലിന്റെ ജേഴ്സിയൊക്കെ ഇട്ടും കണ്ടാണ് ആ കളിയൊക്കെ പാടെ കളിച്ചോന്ന് അറിയില്ല. അയ്യോ നല്ല കിടിലം വൈബിള സ്ഥലാട്ടോ. അവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു. ഗ്രൗണ്ട് തുറന്നിട്ടുള്ള സെക്യൂരിറ്റി കറക്റ്റ് സമയത്ത് തുറക്കുള്ളൂ കേട്ടോ.
ആ ഭാഗത്ത് സ്വിമ്മിങ് പൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കഫേ, അപ്പുറത്തൊരു ഫിറ്റ്നസ് സെൻറ്റർ, ഇപ്പുറത്ത് ഇതിൻ്റെ ഉള്ളിൽ ഷൂട്ടിങ്ങിനുള്ള എന്താ പറയുക അങ്ങനെയുള്ള കുറച്ച് സംഗതികൾ, പിന്നെ അതേമാതിരി കഫറ്റീരിയ, പിന്നെ അവിടെ ഇതാക്കും നല്ല ഷട്ടിൽ കോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ എന്താ അവിടെ ആളുകൾ ബൂട്ടും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എംബാപ്പെ ഞങ്ങളെ ജീപ്പാസിൻ്റെ മുതലാളിയാണ്. ഫുൾ ടൈം റഷ്യയിലും ഉക്രൈനിലൊക്കെയാണ് ആളുള്ളത്. കുറേ കാലങ്ങൾക്ക് ശേഷം കളിക്കാൻ വരികയാണ്. വലിയേട്ടാ ഞങ്ങളെ വെട്ടറൻ പ്ലെയറാണ്. ഇതാ നാട്ടിൽ നിന്ന് എത്തിയ ഇന്നലെ നാട്ടിൽ നിന്ന് എത്തിയ ആൾ ഇതാ കളിക്കാൻ എത്തിയിട്ടുണ്ട്. ഓ എന്താ ഒച്ചപ്പാട കട്ടക്കട്ടക്കട്ടയൊക്കെ പറഞ്ഞങ്ങാണ്ട് ഓടുന്നുണ്ടല്ലോ. ആ അതാണ്. ആ മൊബൈൽ മാറ്റി ഞാൻ ഇവിടെ നിൽക്കല്ലേ. അങ്ങനെ 8:40 കളി നിർത്തി എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നു ഗ്രൗണ്ടിൽ നിന്ന്. നമ്മളെ നാട്ടിലത്തെ മാതിരി തർക്കം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കളിക്ക് ശേഷമുള്ളത്. ഭയങ്കര തർക്കാട്ടല്ലേ. ഇത് നിങ്ങൾ കളി കഴിഞ്ഞത് കാര്യമില്ല. അപ്പൊ നിങ്ങൾ ഒച്ചപ്പാട് നിങ്ങളുടെ ടീം തന്നെ പറയണ്ടേ നിങ്ങളൊക്കെ കളിച്ചിട്ടാന്ന്. ഞാൻ തന്നെ ചോദിച്ചു ഓപ്പോസിറ്റ് ഞാൻ ചോദിച്ചതാ കളി മാറ്റി. ഒരാളിപ്പുറത്ത് കളിച്ചാൽ ടീം ഈക്കലാവുള്ളൂ. ആദ്യം പറഞ്ഞതാണ് ദിൽഷാന് മാറ്റിയതാണ്. യൂട്യൂബ് ചാനൽ കണ്ട് ഞാൻ മടുത്തിരിക്കണേ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കുടുങ്ങി. എല്ലാം ഇവന്റെ വരുന്ന ഷോർട്സ് കണ്ടിട്ട് മറ്റേതാണല്ലോ പ്രവാസികൾക്ക് ഇനി ഹൗസ് ഡ്രൈവർമാർക്കും ശാന്തത. നാട്ടിൽ നിന്ന് 1.5 കൊടുത്തണ്ട് എടുത്തുകൊണ്ട് ലിങ്ക് ഇട്ടാണ്. സുപ്രഭാതം വണ്ടി കഴിക്കാം. വണ്ടി നല്ല പൊടി പിടിച്ച് കിടക്കുക. പൊടി ഉണ്ടതിന് വലിയ പ്രശ്നം. പക്ഷേ ഈ മഞ്ഞുണ്ടായതുകൊണ്ടല്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ശരിക്കും എടുത്ത് കാണിക്കും. രാവിലെ ആകുമ്പോഴത്തേനും ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ വണ്ടി ഒന്ന് കഴുകണം. അപ്പോൾ ബാക്കി നമുക്ക് വണ്ടി കഴുകി കഴിഞ്ഞതിന് ശേഷം അടച്ചാനെ എവിടെ ഇങ്ങനെ ടൈറ്റ് ആയിരിക്കും. കടക്കട്ടെ ഏതായാലും ഇതും കൂടി. അപ്പോൾ ഞങ്ങൾ കേക്ക് ഓടിക്കാൻ പോവാണ് കേട്ടോ. ഒരു സർപ്രൈസാണ്. ഇപ്പോൾ ഞങ്ങൾ വോയിസ് കേട്ടില്ലേ. അപ്പോൾ ചെറിയൊരു കേക്ക്, ചെറിയൊരു സർപ്രൈസ് ഇൻഷാ അല്ലാഹ്. അതെ,